എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഓപ്ഷണൽ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടിരുന്ന ഒരു ഇൻട്രഡക്ടറി ക്ലാസ് നമ്മൾ നടത്തിയിരുന്നത് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയെ കുറിച്ച്. ഒരുപക്ഷെ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ തനതായ വ്യക്തിത്വം രേഖപ്പെടുത്തിയ ഒരു കൃതിയായിരുന്നു അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിത. മലയാളത്തിൽ ആധുനികത അടയാളപ്പെടുത്തിയ കൃതിയാണ്. ലോക സാഹിത്യത്തിൽ ആധുനികത അടയാളപ്പെടുത്തിയ കൃതി എന്ന് പറയുന്നത് T.S. എലിയട്ടിന്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കൃതിയാണ്. മോഡേൺ മാൻ ഈസ് എ സ്റ്റഫ്ഡ് മാൻ, മോഡേൺ മാൻ ഈസ് എ ഹോളോ മാൻ, ഹി ഈസ് എ സ്റ്റഫ്ഡ് മാൻ എന്ന് T.S. എലിയട്ട് പ്രഖ്യാപിച്ചത്. പലപ്പോഴും ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങൾ, അവന്റെ വ്യതകൾ, അവന്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ സങ്കീർണമാണ്. അപ്പോൾ ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങൾ, വ്യതകൾ, അവന്റെ ഉള്ളിലുള്ള ആത്മസംഘർഷങ്ങൾ, ഇവയെല്ലാം വ്യക്തമായി അവതരിപ്പിച്ച ഒരു കൃതിയായിരുന്നു അയ്യപ്പ പണിക്കർ 300ഓളം വരികളിലായി പകർത്തിയ കുരുക്ഷേത്രം എന്ന കാവ്യം. ഒരുപക്ഷെ കാലഘട്ടത്തിൽ ഈ കൃതി പലർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അദ്ദേഹം ഈ കവിത അയച്ചു കൊടുത്തപ്പോൾ ഈ കവിത തമസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ കവിത അവരാരും പ്രസിദ്ധീകരിച്ചില്ല. അവർ പറഞ്ഞു ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ല. അന്ന് പത്രാധിപരായിരുന്നത് വിഖ്യാതനായ NV കൃഷ്ണവാര്യരാണ്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. എപ്പോഴും വേറിട്ട ശബ്ദം കവിതയിൽ കൊണ്ടുവരുന്നത് ആരാണ്? കവിതയിലാവട്ടെ, നോവലിലാവട്ടെ, കഥയിലാവട്ടെ ഒക്കെ വേറിട്ട ശബ്ദം അവതരിപ്പിക്കുന്ന കവികൾ, എഴുത്തുകാർ, അവർ പലപ്പോഴും പാരമ്പര്യത്തോട് കലഹിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ് ഇവർ പാരമ്പര്യത്തോട് കലഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതുവരെയുള്ള പല വ്യവസ്ഥിതികളിലും അവർ സംതൃപ്തരായിരിക്കുകയില്ല. മലയാള കവിത ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയിലൂടെയും ഇടപ്പള്ളി രാഘവൻ പിള്ളയിലൂടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഖ്യാതരായ എഴുത്തുകാരിലൂടെ കാലാകാലങ്ങളായിട്ട് കാൽപ്പനികതയുടെ ദന്തഗോപുരം പോവുകയാണ് ഉണ്ടായത്. എന്താണ് കാൽപ്പനികത എന്ന് ഞാൻ നമ്മളുടെ ആപ്പിൽ ഓൾറെഡി ഒരു ക്ലാസ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാൽപ്പനികത എന്ന് പറയുന്നത് എന്താണ്? കാൽപ്പനികത എന്ന് പറയുന്നത് ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്, അല്ലെ? ആ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ? എഴുത്തുകാരൻ ഭാവനയുടെ ലോകത്ത് അഭിരമിക്കുകയാണ്. യാഥാർത്ഥ്യവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവുകയില്ല. മലരണിക്കാടുകളെ കുറിച്ചും പച്ച പുതച്ചു നിൽക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ചുമെല്ലാം കവി വർണ്ണിക്കുകയും അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ചിന്തകളിലൂടെ കടന്നു പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അത് യാഥാർത്ഥ്യ ജീവിതവുമായി എത്രമാത്രം ബന്ധമില്ലാത്തതാണ് എന്ന വസ്തുത ചില കവികളെയെങ്കിലും രോക്ഷാകുലരാക്കുന്നു. അയ്യപ്പ പണിക്കർ അത്തരത്തിലുള്ള ഒരു കവിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇംഗ്ലീഷ് അധ്യാപകനായി, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിപ്പിച്ചിരുന്നത്, അധ്യാപകൻ എന്നുള്ള രീതി. അതൊക്കെ കൊണ്ട് തന്നെ ലോക സാഹിത്യവുമായി അടുത്ത് ഇടപഴകുവാൻ അവസരം കിട്ടിയപ്പോൾ അയ്യപ്പ പണിക്കർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നുള്ളത് മലയാള കവിത ഈ ഒരു രീതിയിൽ പോയാൽ പോരാ, പുതിയൊരു ഭാവുകത്വം കടന്നു വരും. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അന്തസംഘർഷങ്ങളും അവന്റെ വ്യതകളും ഒക്കെ കവിതയിലൂടെ ആവിഷ്കരിക്കപ്പെടും. അപ്പോൾ അതിന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇതിഹാസത്തോട് ഒരു പ്രത്യേക മമതയുള്ള എഴുത്തുകാരനാണ് അയ്യപ്പ പണിക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം ചെയ്യുന്നത് ഇതിഹാസ പശ്ചാത്തലത്തിൽ നിന്നും അദ്ദേഹം ചില കടം കൊള്ളുകയാണ്. അതിൽ ഒന്നാമതായിട്ട് കവിതയുടെ പേരാണ്. പേര് നോക്കുക, കുരുക്ഷേത്രം. കുരുക്ഷേത്രം എന്നത് വിശാലമായ വിഖ്യാതമായ യുദ്ധക്കളമാണ്. അവിടെ ധൃതരാഷ്ട്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഞ്ജയ, അല്ലയോ സഞ്ജയ, മന്ത്രിയായ സജീവനായ സഞ്ജയനോട് ചോദിക്കുന്നതാണ്, എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അവിടെ തന്നെ ആ ഭേദചിന്ത വരികയാണ്, ഞാൻ നീ എന്ന ചിന്ത. സത്യത്തിൽ പാണ്ഡുവിന്റെ മക്കൾ ധൃതരാഷ്ട്രരുടെയും മക്കളായിട്ട് വേണമെങ്കിൽ കാണാം. സഹോദരന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും. പക്ഷെ അവിടെ
ആ ഭേദചിന്ത മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് മതമാത്സര്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്, സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എന്റേതാണ്, വസുദൈവ കുടുംബകം എന്നുള്ള ആശയം ഭാരതീയ ആചാര്യന്മാർ മുൻപോട്ടേക്ക് വെക്കാറുണ്ട്. ഈ ലോകം ഒരു കുടുംബമാണ്. ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളും എന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ആ വിശാലമായ കാഴ്ചപ്പാട് വെക്കുമ്പോൾ പലപ്പോഴും അവിടെ ഭേദചിന്തയ്ക്ക് സ്ഥാനമില്ല. എന്നാൽ അങ്ങനെയല്ല. കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ജയിച്ചവരും തോറ്റവർക്കും ഒരുപോലെ നാശമുണ്ടായ യുദ്ധമാണ് കുരുക്ഷേത്രം. ജയിച്ചവർ പാണ്ഡവർ, അവർക്ക് എന്തുണ്ടായി? അവർക്ക് ബന്ധുക്കളെ നഷ്ടപ്പെട്ടു. ദ്രൗണി എന്താ ചെയ്യുന്നത്? അവസാനം പാണ്ഡവ ശിബിരം അഗ്നിക്കിരയാക്കുന്നുണ്ട്. ദുശ്ശള തന്റെ കുഞ്ഞിനെയും കൊണ്ട് വിലപിക്കുന്ന രംഗമൊക്കെ നിങ്ങൾക്ക് ആ കുരുക്ഷേത്ര വർണ്ണനയിൽ നിങ്ങൾക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും, അല്ലെ? അതുപോലെ ഇരു കൂട്ടർക്കും നഷ്ടം സംഭവിക്കുന്നുണ്ട്. രണ്ടു കൂട്ടർക്കും, കൗരവർക്കും ശരീരനഷ്ടം സംഭവിക്കുന്നു, അതേസമയം അപായം അല്ലെങ്കിൽ ജീവനഷ്ടം സംഭവിക്കുന്നു. പാണ്ഡവരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിലും മനസമാധാനമാണ് നഷ്ടപ്പെടുന്നത്. എന്നേക്കുമായിട്ട് അവർക്ക് സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നു, മനസമാധാനം നഷ്ടപ്പെടുന്നു. അപ്പോൾ ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. അവന്റെ ഉള്ളിൽ ഒരു കുരുക്ഷേത്രം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നില്ലേ? നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിലും വലിയൊരു കുരുക്ഷേത്രം നടക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. നമ്മള് നോട്ട്സ് എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള നോട്ട്സ് അല്ല വരുന്നത്, സെപ്പറേറ്റ് നോട്ട്സ് ആണ്. അപ്പൊ ഞാനിത് കുരുക്ഷേത്രത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു നോട്ട് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്യാം, അത് എഴുതിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് കവിതയിലേക്ക് കിടക്കാം. അപ്പൊ ഹെഡിങ് കൊടുക്കുക, കുരുക്ഷേത്രം അയ്യപ്പ പണിക്കർ. കുരുക്ഷേത്രം അയ്യപ്പ പണിക്കർ. ക്ലാസ്സിൽ ഒരുപാട് ആബ്സെന്റ് ആയ ആളുകളുണ്ട്. അവർക്ക് ആ നോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. എഴുതാം. ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറാത്ത രണ്ടുപേർക്കൂടി മെസ്സേജ് അയച്ചതാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. കുരുക്ഷേത്രം, ഡോക്ടർ അയ്യപ്പ പണിക്കർ. തികച്ചും പ്രകോപനപരമെന്നോ തികച്ചും പ്രകോപനപരമെന്നോ തികച്ചും പ്രകോപനപരം അസ്വസ്ഥ്യജനകമെന്നോ തികച്ചും പ്രകോപനപരമെന്നോ അസ്വസ്ഥ്യജനകമെന്നോ വിശേഷിപ്പിക്കാവുന്ന കവിതകൾ കൊണ്ട് അസ്വസ്ഥ്യജനകമെന്ന് വിശേഷിപ്പിക്കാവുന്ന കവിതകൾ കൊണ്ട് പുതിയൊരു ഭാവുകത്വത്തിന്റെ സാന്നിധ്യം വാചാലമായി വിളിച്ചറിയിച്ച പുതിയൊരു ഭാവുകത്വത്തിന്റെ സാന്നിധ്യം വാചാലമായി വിളിച്ചറിയിച്ച കവി പുതിയൊരു ഭാവുകത്വത്തിന്റെ സാന്നിധ്യം വാചാലമായി വിളിച്ചറിയിച്ച കവി ഡോക്ടർ അയ്യപ്പ പണിക്കരാണ്. ഞാൻ മലയാളത്തിൽ എഴുതണോ? വേണേ എനിക്ക് ബോർഡ് എഴുതാം. സ്പെക്ക് ഉണ്ട്, സ്പെക്ക് വെച്ച് നിങ്ങൾക്ക് ലാപ്പിൽ തന്നെ എനിക്ക് എഴുതാം. ഏതെങ്കിലും വാക്കുകൾ ബുദ്ധിമുട്ടുണ്ട് എന്നോട് പറയുമോ? ഏതെങ്കിലും വാക്കുകൾ എഴുതണോ? എഴുതേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്പെക്ക് എടുക്കാം. ഇല്ല സാർ, അല്ല ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞു. ഞാൻ എന്തായാലും എടുത്തു വെച്ചേക്കാം, അല്ല നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞാൻ ഒരെണ്ണം എടുക്കാം. ഓക്കെ,
തികച്ചും പ്രകോപനപരമായ കവിതകൾ കൊണ്ട് പുതിയൊരു ഭാവുകത്വത്തിന്റെ സാന്നിധ്യം വാചാലമായി വിളിച്ചറിയിച്ച കവി ഡോക്ടർ അയ്യപ്പ പണിക്കരാണ്. 1962 പുറത്തു വന്ന കുരുക്ഷേത്രം പുറത്തു വന്ന കുരുക്ഷേത്രം എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമായി കൊടുക്കുക. നീണ്ട കാലത്തെ സർഗാത്മകമായ യജ്ഞത്തിന്റെ സംഭാവനയായിരുന്നു. നീണ്ട കാലത്തെ സർഗാത്മകമായ യജ്ഞത്തിന്റെ സംഭാവനയായിരുന്നു. നീണ്ട കാലത്തെ സർഗാത്മകമായ യജ്ഞത്തിന്റെ സംഭാവനയായിരുന്നു. അടുത്ത പാരഗ്രാഫ്. 300ഓളം വരികളുള്ള കുരുക്ഷേത്രം 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 5 ഡിവിഷൻ. ഇത് കവി സച്ചിദാനന്ദൻ കൊടുത്ത ഡിവിഷനാണ്. 300ഓളം വരികളുള്ള കുരുക്ഷേത്രം 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിർവരമ്പുകൾ സ്പീഡ് കൂടുന്നുണ്ടോ? 300ഓളം വരികളുള്ള കുരുക്ഷേത്രം 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിർവരമ്പുകൾ തീർത്തും വ്യക്തമല്ലെങ്കിലും ആ വിഭജനം ഏതാണ്ട് ഇങ്ങനെയാകാം. അതിർവരമ്പുകൾ തീർത്തും വ്യക്തമല്ലെങ്കിലും ആ വിഭജനം ഏതാണ്ട് ഇങ്ങനെയാകാം. അതിർവരമ്പുകൾ തീർത്തും വ്യക്തമല്ലെങ്കിലും ആ വിഭജനം ഏതാണ്ട് ഇങ്ങനെയാകാം. എഴുതിയോ? ഏതെങ്കിലും വാക്കുകൾ എഴുതണേ പറഞ്ഞാൽ മതി, ഞാനും എഴുതിത്തരാം. ഇവിടെ നിന്ന് എഴുതാം. ആദ്യ ഭാഗം മനുഷ്യന്റെ അന്തരംഗത്തിലെ ഒടുങ്ങാത്ത കുരുക്ഷേത്രത്തെ അതിന്റെ എല്ലാ തീവ്രതയോടും ഭയാനകതയോടും കൂടി അവതരിപ്പിക്കും. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദീപക് കേൾക്കുന്നുണ്ടോ? കുരുക്ഷേത്രത്തെ അതിന്റെ എല്ലാ തീവ്രതയോടും ഭയാനകതയോടും കൂടി അവതരിപ്പിക്കും. അമൃത പറഞ്ഞോളൂ.
സോറി, ലാസ്റ്റ് ലൈൻ ഒന്ന് പറയാമോ? ലാസ്റ്റ് ലൈൻ ഒന്ന് പറയാമോ? പറയാം. 300ഓളം വരികളുള്ള കുരുക്ഷേത്രം 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിർവരമ്പുകൾ തീർത്തും വ്യക്തമല്ലെങ്കിലും ആ വിഭജനം ഏതാണ്ട് ഇങ്ങനെയാകാം. ആദ്യ ഭാഗം മനുഷ്യന്റെ അന്തരംഗത്തിലെ ഒടുങ്ങാത്ത കുരുക്ഷേത്രത്തെ അതിന്റെ എല്ലാ തീവ്രതയോടും ഭയാനകതയോടും കൂടി അവതരിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നുണ്ട് അല്ലെ? മനുഷ്യ മനസ്സുകളിലാണ് പലപ്പോഴും യുദ്ധം അങ്കുരിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലൊരു യുദ്ധം, ഭീകരമായ യുദ്ധം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് എല്ലാ തീവ്രതയോടും ഭയാനകതയോടും കൂടി അവതരിപ്പിക്കുന്നു. എഴുതിയോ? അടുത്ത പാരഗ്രാഫ് കിട്ടിയോ? അമൃത കിട്ടിയോ? അമൃത ലൈൻ കിട്ടിയോ? അൺമ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടുന്ന് മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. കിട്ടി. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. പിന്നത്തെ ഭാഗം ജീവിതത്തിന്റെ സങ്കീർണതയ്ക്ക് മുമ്പിൽ സങ്കീർണത എന്നൊക്കെ എഴുതാൻ അറിയത്തില്ല, പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഭാഗം ജീവിതത്തിന്റെ ഇന്നായാണ് വരിക. സങ്കീർണത കാണാവോ? കണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കുറച്ചുകൂടി ജീവിതത്തിന്റെ സങ്കീർണതയ്ക്ക് മുമ്പിൽ വേദാന്തങ്ങളുടെ വ്യർത്ഥതയിലേക്ക് വിരൽ ചൂണ്ടും. വേദാന്തങ്ങളുടെ വ്യർത്ഥതയിലേക്ക് വിരൽ ചൂണ്ടും. എന്ന് വെച്ചാൽ എന്താ? വേദാന്തങ്ങളുടെ നിരർത്ഥകത, വേദാന്തങ്ങളൊന്നും ഫലപ്രദമാവുന്നില്ല എന്നുള്ള ഒരു അർത്ഥം. വേദാന്തങ്ങളുടെ വ്യർത്ഥതയിലേക്ക് വിരൽ ചൂണ്ടും. അടുത്ത പറയുക. മൂന്നാം ഭാഗത്തിൽ ചിരപുരാതനമായ ഇതിഹാസങ്ങളിലെ മൂല്യകൽപ്പനകളെ കവി പുനഃപരിശോധിക്കും. മൂന്നാം ഭാഗത്തിൽ ചിരപുരാതനമായ ഇതിഹാസങ്ങളിലെ മൂല്യകൽപ്പനകളെ കവി പുനഃപരിശോധിക്കും. അടുത്ത പറയുക. പിറ്റേ ഭാഗം എല്ലാം വിസ്മരിച്ച് നിലനിൽപ്പിന്റെ അയുക്തികതയെ അംഗീകരിച്ച്. പിറ്റേ ഭാഗം എല്ലാം വിസ്മരിച്ച് നിലനിൽപ്പിന്റെ അയുക്തികതയെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. പിറ്റേ ഭാഗം എല്ലാം വിസ്മരിച്ച് നിലനിൽപ്പിന്റെ അയുക്തികതയെ അംഗീകരിച്ച്. അയുക്തികത എന്ന് വെച്ചാൽ എന്താ? റീസണബിൾ അല്ലാത്തത്, യുക്തിക്ക് നിരക്കാത്തത്. അയുക്തികതയെ അംഗീകരിച്ച് വഴിക്കവലക്കലിരുന്ന്
വഴി കവലയ്ക്കലിരുന്ന് കിനാവ് കാണുവാൻ ആഹ്വാനം ചെയ്യും. കിനാവ് കാണുവാൻ ആഹ്വാനം ചെയ്യുന്നു. അന്ത്യഭാഗത്തിൽ അവസാന ഭാഗത്തിൽ ഈ ശുഭകാമനയും അന്ത്യഭാഗത്തിൽ ഈ ശുഭകാമനയും ആത്മവിശ്വാസവും അന്ത്യഭാഗത്തിൽ ഈ ശുഭകാമനയും ആത്മവിശ്വാസവും ഒന്നുകൂടി വികസിച്ച് മനുഷ്യന്റെ ഭാഗധേയം മനുഷ്യൻ തന്നെ മനുഷ്യന്റെ ഭാഗധേയം മനുഷ്യൻ തന്നെ എന്ന് വെച്ചെന്താ? മനുഷ്യന്റെ ഭാവി തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണെന്നുള്ള കാഴ്ചപ്പാട്. മനുഷ്യന്റെ ഭാഗധേയം മനുഷ്യൻ തന്നെ എന്ന ജീവിത സത്യത്തിൽ മുട്ടി നിൽക്കുന്നു. എഴുതിയോ? അമൽ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എഴുതി കഴിഞ്ഞു. എഴുതുന്നുണ്ട്. സജിത, രാംശങ്കർ, സൽമാൻ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സർ. കപില, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡോക്ടർ നന്ദ, നിപുൻ, പറ്റുന്നുണ്ടോ? ഓക്കെ. രാഹുൽ, ലാസ്റ്റ് ഏതാ പറയണ്ടേ? ലാസ്റ്റ് വരിക മനുഷ്യന്റെ ഭാഗധേയം മനുഷ്യൻ തന്നെ എന്ന ജീവിത സത്യത്തിൽ മുട്ടി നിൽക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കയറാത്തവര് ഞാൻ ഇന്ന് അത് അപ്ലോഡ് ചെയ്യാം. അതുകൂടെ കഴിഞ്ഞ ക്ലാസ് കൂടെ ഒന്ന് കാണണേ. നമ്മൾ 2 മണിക്കൂർ കുരുക്ഷേത്രത്തിന്റെ ഡിസ്കഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്. അടുത്ത പാരഗ്രാഫ്. കുരുക്ഷേത്ര വർണ്ണനയ്ക്കായി അയ്യപ്പ പണിക്കർ സൃഷ്ടിച്ച ഭാഷയും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കുരുക്ഷേത്ര വർണ്ണനയ്ക്കായി അയ്യപ്പ പണിക്കർ സൃഷ്ടിച്ച ഭാഷയും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ദർശനപദത്തിന്റെ പദം എങ്ങനെയാ വരിക? രഥത്തിന്റെ ദായാണ്. ഗൂഗിൾ എഴുത്തില് ആ കിട്ടുന്നില്ല. ഓക്കെ, അറിയാമല്ലോ. ഒന്നും കൂടി പറയൂ ആ സെന്റൻസ്. കുരുക്ഷേത്ര വർണ്ണനയ്ക്കായി അയ്യപ്പ പണിക്കർ സൃഷ്ടിച്ച ഭാഷയും ഏറെ പ്രത്യേകത ദർശനപദത്തിന്റെ രഥത്തിന്റെ ദ പദം എന്നുള്ളത് രഥത്തിന്റെ ദ. ദർശനപദത്തിന്റെ ചക്രവാള സീമയ്ക്കപ്പുറത്തുള്ള ചൂടുകൾ ആവാഹിച്ചെടുത്ത നക്ഷത്ര നേത്രങ്ങൾ കൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ബീഭത്സത മനസ്സിലാക്കുവാൻ സാധിക്കും. നക്ഷത്ര നേത്രങ്ങൾ കൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ബീഭത്സത മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താ കവിയോട് ഉദ്ദേശിക്കുന്നത്?
ദർശനപഥത്തിന്റെ ചക്രവാള സീമയ്ക്കപ്പുറത്തുള്ള ചൂടുകൾ ആവാഹിച്ചെടുത്ത നക്ഷത്ര നേത്രങ്ങൾ കൊണ്ടേ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ബീഭത്സത മനസ്സിലാക്കുവാൻ സാധിക്കൂ. എന്ന് വെച്ചാല് സാധാരണ കണ്ണുകൾ കൊണ്ട്, കണ്ണിന് കാണുന്ന കാഴ്ച കൊണ്ട് കുരുക്ഷേത്രത്തിന്റെ ഭീകരത വർണ്ണിക്കാൻ പറ്റത്തില്ല. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ യുദ്ധം, സംഘർഷം, അത് അവതരിപ്പിക്കണമെങ്കിൽ ദർശനപഥത്തിന്റെ ചക്രവാള സീമ എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അല്ലെ, അതാണ് ദർശനപഥം. എനിക്ക് കാണാൻ കഴിയുന്നതിന്റെ മാക്സിമം. ആ ദർശനപഥത്തിന്റെ ചക്രവാളങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ അതിർവരമ്പുകൾ, അതിനും അപ്പുറത്തുള്ള ചൂടുകൾ കൊണ്ട്, അതിനും അപ്പുറത്തുള്ള ആ ചൂടുകൾ അല്ലെ, എരിയുന്ന ചൂടുകൾ, സൂര്യന്റെ ചൂടാവാം, എന്തുമാവട്ടെ, ആ ചൂടുകൾ ആവാഹിച്ചെടുത്ത നക്ഷത്ര നേത്രങ്ങൾ കൊണ്ട് നമുക്കറിയാം നക്ഷത്രങ്ങളൊക്കെ എങ്ങനെയാണ് രൂപം കൊണ്ടത്, എങ്ങനെയാ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്, ഗോളങ്ങൾ എങ്ങനെയാ രൂപം കൊള്ളുന്നത് തിയറിയുടെ ഭാഗമായിട്ട് പിന്നീട് എങ്ങനെയാണ് നക്ഷത്രങ്ങളിൽ ഗോളങ്ങളൊക്കെ ആർക്കും പറയാം എങ്ങനെയാണ്? അപ്പൊ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്, ചൂട്, ഹീറ്റ്. അതെ, നിങ്ങൾ ബിഗ് ബാങ് തിയറി മറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചൂടുണ്ടാവും, ആ ചൂടിൽ നിന്നാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചൂടുകൾ ആവാഹിച്ച നക്ഷത്ര നേത്രങ്ങൾ കൊണ്ട്, എന്ന് വെച്ചാൽ പുതിയൊരു കാഴ്ച വേണം, പുതിയൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേണം, പുതിയ കണ്ണട വേണം, പുതിയ കാഴ്ചകൾ കാണുവാനുള്ള കണ്ണട അല്ലെ. മുരുകൻ കാട്ടാക്കടയൊക്കെ പിന്നീട് പാടി, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണട വേണം അല്ലെ, പുതിയ കാഴ്ചകൾ കാണാൻ പുതിയ കണ്ണടകൾ വേണമെന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ ചക്രവാള സീമയ്ക്കപ്പുറത്തുള്ള ചൂടുകൾ ആവാഹിച്ചെടുത്ത നക്ഷത്ര നേത്രങ്ങൾ കൊണ്ടേ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ബീഭത്സത മനസ്സിലാക്കുവാൻ സാധിക്കൂ. അതുകൊണ്ട് താൻ അതിന് യോജിച്ച ഒരു ഭാഷ സൃഷ്ടിച്ചുവെന്ന് അയ്യപ്പ പണിക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ അതിന് യോജിച്ച ഒരു ഭാഷ സൃഷ്ടിച്ചുവെന്ന് അയ്യപ്പ പണിക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ അതിന് യോജിച്ച ഒരു ഭാഷ സൃഷ്ടിച്ചു എന്ന് അയ്യപ്പ പണിക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലായോ എന്തിനാ അദ്ദേഹം പുതിയ ഭാഷ സൃഷ്ടിച്ചത്? ഇതൊരു ചോദ്യമായിട്ടൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അയ്യപ്പ പണിക്കർ കുരുക്ഷേത്രത്തിലെ ഭാഷ UPSCയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അയ്യപ്പ പണിക്കർ ഇങ്ങനെ ഒരു ഭാഷ സൃഷ്ടിച്ചത്? ആദ്യ കാലഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്റർ ആയിരുന്ന ND കൃഷ്ണവാര്യർ ഈ കവിത തിരിച്ചയക്കുന്നു. കാര്യം വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ വർണ്ണിക്കുവാൻ പോകുന്ന ആ ബീഭത്സത, ആധുനിക ജീവിതത്തിലെ കുരുക്ഷേത്ര യുദ്ധം വർണ്ണിക്കുവാൻ സാധാരണ വാക്കുകൾ പോരാ. അതിന് എന്റെ സംവേദനത്വം സാധ്യമാകണമെങ്കിൽ അത് വേറിട്ട രീതിയിൽ പറയണം. അതിനുവേണ്ടിയാണ് ഞാനൊരു പുതിയ ഭാഷ സൃഷ്ടിക്കുന്നതെന്നാണ് അയ്യപ്പ പണിക്കർ പറയുന്നത്. പുതിയ ഭാഷ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ് ആ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ബീഭത്സത, ആധുനിക ജീവിതത്തിൽ സംഭവിക്കുന്ന ബീഭത്സത ആളുകളിലേക്ക് എത്തിക്കുവാൻ. അടുത്ത പാരഗ്രാഫ് എഴുതാം. രൂപസാദൃശ്യത്തിൽ അധിഷ്ഠിതമായ ബിംബങ്ങളിലൂടെയും കേൾക്കുന്നുണ്ടോ അമൃത? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. രൂപസാദൃശ്യത്തിൽ അധിഷ്ഠിതമായ ബിംബങ്ങളിലൂടെയും, ബ്രാക്കറ്റിൽ ഉദാഹരണം അസ്ത്രം, അസ്ത്രം എന്ന് പറയുമ്പോ എന്താ പ്രത്യേകത? ആ വാക്ക് കേൾക്കുമ്പോ എന്താ പ്രത്യേകത? എന്നത് നമ്മുടെ മനസ്സിലോട്ട് വരും, പിക്ചർ മൈൻഡിൽ ഫോം ചെയ്യും. ഏസോർണോ? രൂപസാദൃശ്യാധിഷ്ഠിത ബിംബങ്ങൾ എന്ന് വെച്ചാല് ഉപയോഗിക്കുന്ന വാക്കുകൾ തീവ്രത വ്യക്തമാക്കാൻ സഹായിക്കും, ബീഭത്സത വ്യക്തമാക്കാൻ സഹായിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രൂപസാദൃശ്യത്തിൽ അധിഷ്ഠിതമായ ബിംബങ്ങളിലൂടെയും, ഉദാഹരണം അസ്ത്രം, ക്രിയാസാദൃശ്യം അവലംബിച്ചുള്ള ബിംബങ്ങളിലൂടെ
ക്രിയാസാദൃശ്യം അവലംബിക്കുന്ന ബിംബങ്ങൾ എന്ന് വെച്ചാൽ ക്രിയാസാദൃശ്യം അവലംബിച്ചുള്ള ബിംബങ്ങളിലൂടെയും എന്ന് വെച്ചാൽ എന്താ? ക്രിയാസാദൃശ്യം അവലംബിച്ചുള്ള ബിംബം എന്ന് വെച്ചാല് ഒരു ക്രിയ, ഒരു പ്രവൃത്തി വാക്കുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഉദാഹരണം, കണ്ണ് കണ്ണീർ കുടിക്കുക. ഉദാഹരണം, കണ്ണ് കണ്ണീർ കുടിക്കുക. അപ്പൊ ആ ഭീകരത, കണ്ണൊരിക്കലും കണ്ണീര് കുടിക്കുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? കണ്ണീര് പൊഴിക്കുകയാണ്. അപ്പൊ കണ്ണ് കണ്ണീര്, കണ്ണ് ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീര്, അത് കുടിക്കുക എന്ന് പറയുമ്പോൾ ആ ഭീകരത എത്രമാത്രം വലുതാണ്. അത് അങ്ങനെ രൂപസദൃശ്യത്തിൽ അധിഷ്ഠിതമായ ബിംബങ്ങളിലൂടെയും, ഉദാഹരണം അസ്ത്രം, ക്രിയാസാദൃശ്യം അവലംബിച്ചുള്ള ബിംബങ്ങളിലൂടെയും, ഉദാഹരണം കണ്ണ് കണ്ണീർ കുടിക്കുക, മജ്ജ നുണഞ്ഞിറക്കുക. മജ്ജ, ജാ ഇരട്ടിക്കണം, 2 തവണ ജാ വരണം അല്ലെ? മജ്ജ നുണഞ്ഞിറക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബിംബങ്ങളിലൂടെയും, ഉദാഹരണം കണ്ണ് കണ്ണീർ കുടിക്കുക, മജ്ജ നുണഞ്ഞിറക്കുക. ആണ് കവി കുരുക്ഷേത്രത്തെ വർണ്ണിക്കുന്നത്. ആണ് കവി കുരുക്ഷേത്രത്തെ വർണ്ണിക്കുന്നു. എഴുതിയോ? അയ്യപ്പ പണിക്കരുടെ സംവേദനത്വം. സംവേദനത്വം എന്ന് വെച്ചാൽ എഴുതണോ? ബോഡി എഴുതണോ? വേണ്ട സാർ. സംവേദനത്വം. അയ്യപ്പ പണിക്കരുടെ സംവേദനത്വം. സംവേദനത്വം എന്ന് വെച്ചാൽ എന്താ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അയ്യപ്പ പണിക്കരുടെ സംവേദനത്വം ദുഷ്കരമായ ഭാഗങ്ങളിലെല്ലാം, അയ്യപ്പ പണിക്കരുടെ സംവേദനത്വം ദുഷ്കരമായ ഭാഗങ്ങളിലെല്ലാം ക്രിയാസാദൃശ്യാധിഷ്ഠിത സാരൂപ്യ കൽപ്പനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യപ്പ പണിക്കരുടെ സംവേദനത്വം ദുഷ്കരമായ ഭാഗങ്ങളിലെല്ലാം ക്രിയാസാദൃശ്യാധിഷ്ഠിത, എഴുതാം, ക്രിയാസാദൃശ്യാധിഷ്ഠിത സാരൂപ്യ കൽപ്പനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിയാസാദൃശ്യാധിഷ്ഠിത സാരൂപ്യ കൽപ്പനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ക്രിയാസാദൃശ്യാധിഷ്ഠിത സാരൂപ്യ കൽപ്പനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ കുരുക്ഷേത്രത്തിന്റെ നോട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ലാംഗ്വേജും കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ്, കുറച്ച് കടുപ്പമുള്ള ലാംഗ്വേജ് ആണ്. കാര്യം ഓരോ കൃതിക്കും ആനുപാതികമായ രീതിയിലുള്ള ലാംഗ്വേജ് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുരുക്ഷേത്രത്തിന്റെ നോട്ട് ആണെങ്കിൽ പോലും കുറച്ചൊരു ലാംഗ്വേജ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയാം, ലാംഗ്വേജ് കുറച്ചുകൂടി ഒരു ഹൈ എൻഡ് ലാംഗ്വേജ് ആണ്, ഉപരി തലത്തിലുള്ള ഒരു ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത പാരഗ്രാഫ്. ക്രിയാപദങ്ങളുടെ ഈ ബാഹുല്യമാണ് കുരുക്ഷേത്രത്തെ അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവപ്രതിഭാസമാക്കി തീർത്തത്. ക്രിയാപദങ്ങളുടെ ഈ ബാഹുല്യമാണ് കുരുക്ഷേത്രത്തെ അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവ
പ്രതിഭാസമാക്കി തീർത്തു. ക്രിയാപദങ്ങളുടെ ഈ ബാഹുല്യമാണ് കുരുക്ഷേത്രത്തെ അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവ പ്രതിഭാസമാക്കി തീർത്തത്. അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവ പ്രതിഭാസമാക്കി തീർത്തത്. ഫുൾ സ്റ്റോപ്പ്. വായനക്കാരുടെ അനുഭവ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് വായനക്കാരുടെ അനുഭവ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് വായനക്കാരുടെ അനുഭവ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് വായനക്കാരുടെ അനുഭവ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് വികസിപ്പിക്കാവുന്ന സഹാർത്ഥ എന്ന് വെച്ചാൽ തത്തയുടെ തായും രഥത്തിന്റെ ധായും കൂടെ ചേർന്നു കേട്ടോ. അത് ഒരുമിച്ച് എഴുതുന്നു. സഹാർത്ഥ ഞാൻ ഗൂഗിളിൽ എഴുതിയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ലെറ്റർ അറിയാമല്ലോ. വായനക്കാരുടെ അനുഭവ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് വികസിപ്പിക്കാവുന്ന സഹാർത്ഥ, ദീർഘം പിന്നെ തത്തയുടെ തായും രഥത്തിന്റെ തായും കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്കായിട്ട് എഴുതുക. സഹാർത്ഥ മണ്ഡലം ഉൾക്കൊള്ളുന്നവയാണ് പുരുഷോത്തം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ? വായനക്കാരുടെ വായിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുഭവ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് അനുഭവത്തിന് പ്രൈസ് ചെയ്തിട്ടായിരിക്കും വികസിക്കാവുന്ന സഹാർത്ഥ മണ്ഡലം ഉൾക്കൊള്ളുന്നവയാണ് കുരുക്ഷേത്രം എന്ന് വെച്ചാൽ എന്താ? ഒരു ഉദാഹരണം പറയാമോ? വേറൊരു ഉദാഹരണം പറയാം. മറ്റൊരു ഉദാഹരണം മലയാള സാഹിത്യത്തിൽ നിന്ന് തന്നെ മറ്റൊരു ഉദാഹരണം പറയാം. ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം നിങ്ങൾ പല പീരീഡിൽ വായിച്ച പല അനുഭവങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കൃതികളും അങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഏത് പുസ്തകം എടുത്തോളൂ, നിങ്ങൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം അല്ല 10 പഠിക്കുമ്പോൾ വായിക്കും, അതല്ല ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിക്കും, അതല്ല സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ പോയി കുറച്ചുകൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾ അത് വായിക്കും. നമ്മൾ പുതിയ പുതിയ തലങ്ങളിലേക്ക്, അനുഭവ ലോകങ്ങളിലേക്ക് കടന്നു. സത്യത്തിൽ ഒരു കൃതിയെ ഉദാത്തീകരിക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവമാണ്. ചില കൃതികൾ എപ്പോ വായിച്ചാലും ഒരുപോലെ ഇരിക്കും. പക്ഷെ നല്ല കൃതികളുടെ പ്രത്യേകത നമ്മളുടെ ഈ സഹാർത്ഥ മണ്ഡലം വളരുന്നതിനനുസരിച്ച് ആ കൃതികൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലം ഉണ്ടല്ലോ, അത് വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് ആ കൃതികളുടെ പ്രത്യേകത. അടുത്ത പറയാം, എഴുതാം. ജീവിതത്തെ യാന്ത്രികവും ജഡികവുമാക്കുന്ന പൊള്ള വിശ്വാസങ്ങൾക്ക് നേരെയുള്ള പ്രതിഷേധം. ജീവിതത്തെ യാന്ത്രികവും ജഡികവുമാക്കുന്ന പൊള്ള വിശ്വാസങ്ങൾക്ക് നേരെയുള്ള പ്രതിഷേധം കുരുക്ഷേത്രത്തിൽ നമുക്ക് മുഴങ്ങി കേൾക്കാം. ജീവിതത്തെ യാന്ത്രികവും ജഡികവുമാക്കുന്ന പൊള്ള വിശ്വാസങ്ങൾക്ക് നേരെയുള്ള പ്രതിഷേധം കുരുക്ഷേത്രത്തിൽ നമുക്ക് മുഴങ്ങി കേൾക്കാം. എന്ന് വെച്ചാൽ മതത്തെ വളരെ വിമർശനാത്മകമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ജീവിതത്തെ യാന്ത്രികവും ജഡികവുമാക്കുന്ന പൊള്ള വിശ്വാസങ്ങൾക്ക് നേരെയുള്ള പ്രതിഷേധം കുരുക്ഷേത്രത്തിൽ നമുക്ക് മുഴങ്ങി കേൾക്കാം. ഫുൾ സ്റ്റോപ്പ്. എല്ലാ പ്രകാശങ്ങളും കൊഴിയുമ്പോൾ അന്ധകരണത്തിലെ കേന്ദ്ര സമ്മർദ്ദത്തിൽ നിന്ന് ഒരു നക്ഷത്രത്തെ വിരിയിച്ചെടുത്ത്
ഒരു നക്ഷത്രത്തെ വിരിയിച്ചെടുത്ത്, എന്നുവെച്ചാൽ നിനക്ക് നീയാണ് വഴികാട്ടി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരിക. എല്ലാ പ്രകാശങ്ങളും പൊഴിയുമ്പോൾ അല്ലെങ്കിൽ കൊഴിയുമ്പോൾ അന്ധകരണത്തിലെ, അന്ധകരണം എന്ന് വെച്ചാൽ എന്താ? നിന്റെ ഉള്ളില്, നിന്റെ മനസ്സില് അന്ധകരണത്തിലെ കേന്ദ്ര സമ്മർദ്ദത്തിൽ നിന്ന് ഒരു നക്ഷത്രത്തെ വിരിയിച്ചെടുത്ത് അതിന്റെ പ്രകാശത്തിൽ വഴി നടക്കുവാൻ ഉത്സുകനാകുന്ന അല്ലെങ്കിൽ വഴി നടക്കുവാൻ ഉത്സുകനാകുന്ന മനുഷ്യ ശക്തിയുടെ സ്വരമാണ് ഈ കവിത. മനുഷ്യ ശക്തിയുടെ സ്വരമാണ് ഈ കവിത എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഞാൻ തന്നെ വഴികാട്ടിയാകണം, ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി. അന്ധകരണത്തിലെ കേന്ദ്ര സമ്മർദ്ദത്തിൽ നിന്ന് ഒരു നക്ഷത്രത്തെ വിരിയിച്ചെടുത്ത് അതിന്റെ പ്രകാശത്തിൽ വഴി നടക്കുവാൻ ഉത്സുകനാകുന്ന മനുഷ്യ ശക്തിയുടെ സ്വരമാണ് ഈ കവിത. അടുത്ത പാരഗ്രാഫ്. ഇതിഹാസത്തിലെ കുരുക്ഷേത്രത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. സമകാലിക ജീവിതവും മറ്റൊരു കുരുക്ഷേത്ര യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. സമകാലിക ജീവിതവും മറ്റൊരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. എന്റെ ഹൈഫൻ നിന്റെ എന്ന ഭേദചിന്തയാൽ ഭേദചിന്തയാൽ ശത്രുതയേറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹൈഫൻ നിന്റെ എന്ന ഭേദചിന്തയാൽ ശത്രുതയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള സ്നേഹത്തിന്റെയും സ്വാവബോധത്തിന്റെയും ഞാൻ ബോർഡിൽ ഇവിടെ എഴുതാം. സ്വാവബോധത്തിന്റെയും
സാവബോധത്തിന്റെയും പ്രതിരോധമാണ് കുരുക്ഷേത്രം. എഴുതിയോ? സാവബോധത്തിന്റെയും. ഒന്നുകൂടെ പറയണം. ഇതിഹാസത്തിലെ കുരുക്ഷേത്രത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. സമകാലിക ജീവിതവും മറ്റൊരു കുരുക്ഷേത്ര യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. എന്റെ നിന്റെ എന്ന ഭേദചിന്തയാൽ ശത്രുത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള സ്നേഹത്തിന്റെയും സ്വാവബോധത്തിന്റെയും പ്രതിരോധമാണ് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം. എഴുതിയോ? എഴുതിയോ? എഴുതി സാർ, എഴുതി എഴുതി എഴുതി. സാർ ഒന്നുകൂടെ പറയാവോ? ഒന്നുകൂടെ പറയാം. ഇതിഹാസത്തിലെ കുരുക്ഷേത്രത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. സമകാലിക ജീവിതവും മറ്റൊരു കുരുക്ഷേത്ര യുദ്ധക്കളമായി മായിരിക്കുന്നു. എന്റെ നിന്റെ എന്ന ഭേദചിന്തയാൽ ശത്രുത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള സ്നേഹത്തിന്റെയും സ്വാവബോധത്തിന്റെയും പ്രതിരോധമാണ് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം. ഓക്കെ. സ്വാവബോധം എന്ന് പറഞ്ഞാൽ സ്വാവബോധം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാവുകയാണ്. എന്നിട്ട് ആ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു. അവസാനം എനിക്ക് ഞാൻ തന്നെ വഴികാട്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ എത്തുക ഈ കവിതയുടെ അവസാനം. സർ ഒരു കാര്യം പറഞ്ഞോട്ടെ സർ. എനിക്ക് ഓഡിയോ ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. കുരുക്ഷേത്രത്തെ അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവപ്രതിഭാസമാക്കി തീർത്തത് വായനക്കാരുടെ അനുഭവ പ്രപഞ്ചം. ആ ഒരു സെന്റൻസ് ഒന്ന് തൊട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും സർ? ഞാൻ റെക്കോർഡ് ചെയ്യണം സർ. വെയിറ്റ് ചെയ്യണ്ട സർ, ജസ്റ്റ് പറഞ്ഞു പോയി, ഞാൻ റെക്കോർഡ് ചെയ്തോളാം. ഒരു നവപ്രതിഭാസമാണ് വായനക്കാരുടെ അനുഭവ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് വികസിപ്പിക്കാവുന്ന സഹാർത്ഥ മണ്ഡലം ഉൾക്കൊള്ളുന്നവയാണ് കുരുക്ഷേത്രം. ജീവിതത്തെ യാന്ത്രികവും ജഡികവുമാക്കുന്ന പൊള്ള വിശ്വാസങ്ങൾക്ക് നേരെയുള്ള പ്രതിഷേധം കുരുക്ഷേത്രത്തിൽ നമുക്ക് മുഴങ്ങി കേൾക്കാം. എല്ലാ പ്രകാശങ്ങളും കൊഴിയുമ്പോൾ അന്ധകരണത്തിലെ കേന്ദ്ര സമ്മർദ്ദത്തിൽ നിന്ന് ഒരു നക്ഷത്രത്തെ വിരിയിച്ചെടുത്ത് അതിന്റെ പ്രകാശത്തിൽ വഴി നടക്കുവാൻ ഉത്സുകനാകുന്ന മനുഷ്യശക്തിയുടെ സ്വരമാണ് ഈ കവിത. ഇതിഹാസത്തിലെ കുരുക്ഷേത്രത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. സമകാലിക ജീവിതവും മറ്റൊരു കുരുക്ഷേത്ര യുദ്ധക്കളമായിരിക്കുന്നു. എന്റെ നിന്റെ എന്ന ഭേദചിന്തയാൽ ശത്രുത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള സ്നേഹത്തിന്റെയും സ്വാവബോധത്തിന്റെയും പ്രതിരോധമാണ് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം. ഇനി നമ്മള് കവിതയിലേക്ക് അടക്കുകയാണ്. കവിതയുടെ നോട്ട് ഞാൻ സെപ്പറേറ്റ് തരാം. ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ. ആ ബ്രേക്കിന് ശേഷം വി വിൽ കണ്ടിന്യൂ. താങ്ക് യു സർ. സർ അഞ്ചാമത്തെ സർ ഒരു മിനിറ്റ്. അഞ്ചാമത്തെ ഹലോ കൽദീപ്, ഹലോ കേൾക്കാമോ? ആർക്കെങ്കിലും ഒരു അഞ്ചാമത്തെ പാരഗ്രാഫ് ഒന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ലാസ്റ്റ് പാരഗ്രാഫ് എഴുതിയവരാരെങ്കിലും ഒന്ന് പറയാം. സാർ അഞ്ചാമത്തെ പാരഗ്രാഫ്, അതായത് ഹലോ സാർ. കേൾക്കാം സാർ. പിറ്റേ ഭാഗം എല്ലാം സ്കാൻ ചെയ്ത് അതുകൂടെ അയച്ചു തരാം, സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം. ഇങ്ങനാണ്. പിറ്റേ ഭാഗം എല്ലാം വിസ്മരിച്ച നിലനിൽപ്പിന്റെ ആധുനികതയെ അംഗീകരിച്ച് അയുക്തികതയെ ഇച്ചിരി ഇഷ്യൂ ആയിപ്പോയി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് സ്കാൻ ചെയ്ത് അയക്കാം. ഞാൻ നോട്ട് ഇപ്പൊ അത് കാര്യമാക്കണ്ട. ഒരു 5-10 മിനിറ്റിന് ശേഷം ജോയിൻ ചെയ്തോളൂ. ഞാൻ നോട്ട് അയച്ചു തരാം. ഓക്കെ, എന്നിട്ട് കവിതയിലേക്ക് അടക്കാം.
അല്ലേ ഓനെ so Halo, kualin panana. Muralan na. Ay, munit na dot. Yes. Tuturunusa. Katana. Dotere namin pagkatuwa. Udah jadi. Kalau pun, udah kamu ini jadi. Mama. Kan ini tuh. Udah kamu. ആരാ ഫോൺ എടുത്ത് കളിക്കുന്നേ? ആരാ ഫോൺ എടുത്ത് കളിക്കുന്നേ? ആരാണ് ഫോണിൽ കളിക്കുന്നത്?
വെൽക്കം ബാക്ക്. നമ്മൾ കവിതയിലേക്ക് അടക്കാണ്. അതിനുശേഷം നമുക്ക് നോട്ടിന്റെ ഡിസ്കഷനിലേക്ക് അടക്കാം. കവിത ഒന്ന് ഷെയർ ചെയ്യാം. ഒരു നിമിഷം ഒന്ന് കവിത ഒന്ന് ഡൗൺലോഡ് ചെയ്തോട്ടെ. കവിത കാണാമോ? കാണാം സാർ. കാണാം. ഞാൻ വലുതാ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ കവിതയുടെ തൊട്ട് മുമ്പുള്ള ഒരു ഭാഗം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു നിന്നത്.
കുരുക്ഷേത്രത്തിലേക്ക് കുരുക്ഷേത്രം കവിതയിലേക്ക് കിടക്കുന്നു. 1940കളുടെ അവസാനം കവിതാരംഗത്തേക്ക് കടന്നു വന്ന എഴുത്തുകാരനാണ് കവി അയ്യപ്പ പണിക്കർ. ആദ്യ കാലഘട്ടത്തിൽ ഒരു ചെങ്ങമ്പുഴ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചെങ്ങമ്പുഴയുടെ ഒരു അനുകർത്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാവ്യരംഗത്തേക്ക് കടന്നു വരുന്നതെങ്കിലും അദ്ദേഹം 50കളിൽ കാൽപ്പനികതയിൽ നിന്ന് അകന്നു പോവുകയും ആധുനികത രേഖപ്പെടുത്തുന്ന കൃതികൾ കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. അയ്യപ്പ പണിക്കരുടെ കവിതകളെ നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തരം തിരിക്കാറുള്ളത്. എഴുത്തുകാരൻ എഴുതുമ്പോൾ അയാളുടെ കാലഘട്ടത്തെ അനുസരിച്ചും കവിതയുടെ പ്രത്യേകതകളെയും ഒക്കെ അനുസരിച്ചാണ്. അതിൽ ആദ്യത്തെ കൃതികൾ വ്യാഖ്യാനാത്മക കവിതകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വ്യാഖ്യാനം, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കതിന് നൽകാൻ. രണ്ടാമത്തേത് ആഖ്യാനാത്മക കവിതകളാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ജീവിതത്തെ ഗൗരവകരമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കവിയെയാണ് നമ്മൾ കാണുന്നത്. ഒരു വേറിട്ട വീക്ഷണകോണിൽ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കവി. ജീവിത വ്യാഖ്യാനമാണ് കവിത എന്ന ആശയം വിഖ്യാത ഭാഷാ പണ്ഡിതനായ സാഹിത്യ ചിന്തകനായ മാത്യു അർണോൾഡ് മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ജീവിതത്തിന്റെ അംശങ്ങൾ തന്നെയാണ് നമ്മൾ കവിതയിലും കടന്നു വരുന്നത്. അപ്പോൾ ജീവിത വ്യാഖ്യാനം ബൗദ്ധികമായ ഒരു അടിത്തറയിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ മരണം ഒരു വിഷയമായിട്ട് കടന്നു വരുന്നു, മൃത്യു ഒരു വിഷയമായിട്ട് കടന്നു വരുന്നു. കുരുക്ഷേത്രം, മൃത്യുപൂജ, അഗ്നിപൂജ തുടങ്ങിയ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന. 52നും 57നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ, അതാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്, അത് ഈ കവിത രചിക്കപ്പെടുന്നത്. ഏതാണ് കൃത്യമായ കൊല്ലമെന്ന് അറിയില്ല. കൃഷ്ണവാര്യർ ഇത് തിരസ്കരിക്കുന്നു. 61-ൽ ശ്രീകണ്ഠൻ നായർ ഇത് പ്രസിദ്ധീകരിക്കുന്നു. ശ്രീകണ്ഠൻ നായർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണുള്ളത്? നാടക സാഹിത്യം പഠിച്ചപ്പോ CN ശ്രീകണ്ഠൻ നായരെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ദേശബന്ധു എന്ന് പറയുന്ന പുരാണ നാടകങ്ങൾ ഒത്തിരി ഉണ്ട്. രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. CN ശ്രീകണ്ഠൻ നായർ രാഷ്ട്രീയക്കാരനും ഒക്കെ ആയിരുന്നു. ദേശബന്ധു എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പിലാണ് ഈ കൃതി അന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിപ്ലവമായിരുന്നു. ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കവിതയായ കുരുക്ഷേത്രം ആധുനിക കവിതയുടെ ഒരു നല്ല ഉദാഹരണമാണ്. പാശ്ചാത്യ സാഹിത്യത്തിൽ മാത്രം സ്പഷ്ടമായി കഴിഞ്ഞിട്ടുള്ള ആധുനികത ഇതിലൂടെ മലയാള കവിതയിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കാവ്യാരംഭത്തിലേക്ക് അടങ്ങും, കവിതയിലേക്ക് നമുക്ക് അടക്കാം, കവിത ഡിസ്കസ് ചെയ്യാം. കവ്യം ആരംഭിക്കുന്നത് തന്നെ ഭഗവത്ഗീതയിലെ പ്രഥമ ശ്ലോകം ആമുഖമായി ഉദ്ധരിച്ചുകൊണ്ട്. എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുൽസുവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവദ സഞ്ജയ. മഹാഭാരത യുദ്ധകളത്തിൽ കൗരവരും പാണ്ഡവരും അവര് സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടി അല്ലെ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. കർണനെ പോലെയുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പാണ്ഡവരുടെ മൂത്ത സഹോദരനായ കർണൻ എതിർപക്ഷത്ത്, പാണ്ഡവർ മറ്റൊരു സൈഡ് അല്ലെ. കൗരവ പക്ഷത്തുള്ളവരും അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തന്നെയാണ്. അച്ഛൻ വഴിക്ക് സഹോദരന്മാരാണ് പാണ്ഡവും ധൃതരാഷ്ട്രരും. അപ്പോൾ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ, ആ ഭൂമിയിൽ യുദ്ധത്തിനായി ഇറങ്ങിത്തിരിച്ച എന്റെ കൂട്ടരും പാണ്ഡവിന്റെ കൂട്ടരും എന്താണ് സഞ്ജയ ചെയ്യുന്നതെന്ന് ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്. ധൃതരാഷ്ട്രർക്ക് വേണമെങ്കിൽ ഈ രണം കാണാൻ വേണ്ടി ദിവ്യ ദൃഷ്ടി നൽകാമെന്ന് വ്യാസഭഗവാൻ പറയുന്നു. അപ്പൊ അദ്ദേഹം എന്ത് പറയും? എനിക്ക് കാണേണ്ട രണം എനിക്ക് കേട്ടാൽ മതി. കാരണം എന്റെ 100 മക്കൾ മരിക്കുന്നത് അന്ധനാണ് ധൃതരാഷ്ട്രൻ, അതെനിക്ക് കാണുവാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് കേട്ടാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ആ വേർതിരിവ് തുടങ്ങുകയാണ്. എന്റെ കൂട്ടരും അവരുടെ ആളുകളും എന്ന് വേർതിരിച്ച് പറയുന്ന ധൃതരാഷ്ട്രരുടെ അന്ധമായ മനസ്സാണ് അന്ധമാണ്. നോക്കൂ, അന്ധത എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അല്ലെ. പക്ഷെ ആ അന്ധത ഉള്ളിൽ വരുമ്പോൾ, അവനവന്റെ ഉള്ളിൽ വരുമ്പോൾ, ആ അന്ധതയ്ക്ക്
മരുന്നില്ല. പലപ്പോഴും ഈ ഒരുപക്ഷെ ബാഹ്യമായ അന്ധതയേക്കാൾ എത്രയോ ഭീകരമാണ് ഉള്ളിന്റെ ഉള്ളിലുള്ള അന്ധത. ഇപ്പൊ ചില ആളുകളുണ്ട് മതത്തിന്റെ പേരിൽ മതാന്തരായിട്ടുള്ള ആള്, അവർക്ക് ആ മതത്തിന്റെ അന്ധത അവർക്കൊട്ടും തന്നെ അവർ ആ വീക്ഷണകോണിൽ പുറത്തു കൊടുക്കുവാൻ തയ്യാറല്ല. അപ്പോ ഈ ഇത്തരത്തിലുള്ള ഒരു അന്ധത ബാധിച്ച ഒരു മനസ്സിന് പലപ്പോഴും ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. ധർമാധർമ്മ വിവേചന ശക്തി നഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ ആധുനിക മനുഷ്യനും ഇങ്ങനെ തന്നെയല്ലേ? അവരുടെ ജീവിതവും ഇങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ കവിതയിലേക്ക് നമ്മൾ പോവുകയാണ്. കവിതയുടെ ആദ്യ ഭാഗം, ചക്രവാളത്തിനപ്പുറം ചൂടുകൾ ഞെട്ടി വന്നു പിറന്ന നക്ഷത്രമേ എന്നിങ്ങനെ ഒരു നക്ഷത്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. അപ്പൊ നമ്മൾ കവിതയിലേക്ക് അടക്കുകയാണ്. ഞാൻ അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യും. വളരെ വിശാലമായിട്ട് നമ്മളുടെ നോട്ടിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഇൻഡെപ്തിൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടി കവിത വായിക്കുമ്പോൾ കവിതയ്ക്ക് പല ഡയമെൻഷൻ കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഖണ്ഡത്തിലേക്ക് അടക്കാം. 5 ഖണ്ഡങ്ങളായിട്ട് തരംതിരിച്ചിട്ടുള്ളത് കവി സച്ചിദാനന്ദനാണ് അല്ലെ? സച്ചിദാനന്ദൻ ആണ് ആ തിരിവ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കാം. ചക്രവാളത്തിനപ്പുറം ചൂടുകൾ ഞെട്ടി വന്നു പിറന്ന നക്ഷത്രമേ നീ ഉണരുക. നക്ഷത്രത്തോട് പറയുകയാണ്, ചക്രവാളത്തിന്റെ അപ്പുറം, എന്റെ കാഴ്ചയുടെ പരിധിക്ക് അപ്പുറത്ത് ചൂടുകൾ ഞെട്ടി വന്നു പിറന്ന നക്ഷത്രമേ, ആ ചൂടുകളെ ആവാഹിച്ച് പിറന്ന നക്ഷത്രമേ നീ ഉണരുക. നീ എന്തിനു വേണ്ടിയാണ് ഉണരേണ്ടത്? വാനിലി പാരിന്റെ ചോരയൂറുവാൻ, ഈ ലോകത്തിന്റെ ചോരയൂറുവാൻ, നാഡീ തുടിക്കുവാൻ, ഈ ലോകത്തിന് ജീവനേകുവാൻ. താഴെ നീ താഴോട്ട് നോക്കിയാൽ നിനക്ക് എന്താ കാണാൻ പറ്റും? താഴെ നോക്കൂ ജീവിത പ്രേമ താരകമേ, അതാണെൻ പ്രപഞ്ചം. എന്റെ പ്രിയ താരകമേ, എന്റെ പ്രിയപ്പെട്ട കാമുകി, എന്റെ പ്രണയിനി, എന്റെ നക്ഷത്രമേ, നീ താഴേക്ക് നോക്കൂ. അവിടെ നിനക്ക് എന്ത് കാണാം? അവിടെ നിനക്ക് എന്റെ പ്രപഞ്ചം കാണാം. ആ പ്രപഞ്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രപഞ്ചത്തിന്റെ പ്രത്യേകത? ആ പ്രപഞ്ചത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന രംഗമണ്ഡപം കേൾക്കുന്നുവോ നീ? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന രംഗമണ്ഡപമാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങൾ മനുഷ്യർ ഇവിടെ ജീവിക്കുകയല്ല, ഞങ്ങൾ മനുഷ്യർ ഇവിടെ കഴിച്ചു കൂട്ടുകയാണ്. ജീവിക്കലും കഴിച്ചുകൂട്ടലും രണ്ടാണ്. നിങ്ങൾ എന്തുകൊണ്ട് സിവിൽ സർവീസിലേക്ക് വരുന്നു? നിങ്ങൾ റിയൽ ലൈഫ്, നിങ്ങളുടെ ആ ജീവിതം അല്ലെ, ക്വാളിറ്റി മൂമെന്റ്സ് ലൈഫിൽ ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സിവിൽ സർവീസിലേക്ക് വന്നത്. അപ്പൊ കഴിച്ചു കൂട്ടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന് ഭക്ഷണം കഴിച്ചു, ഒരു ദിവസം പോയി, അവന്റെ ജീവിതം തീർന്നു. അപ്പം കഴിച്ചു കൂട്ടുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് എന്താ വേണ്ടത്? ജീവിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇദ്ദേഹം പറയുകയാണ്, നക്ഷത്രത്തോട് പറയുകയാണ്, നീ താഴോട്ട് നോക്കുമ്പോൾ നിനക്ക് കാണുവാൻ സാധിക്കുന്നത് ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന രംഗമണ്ഡപമാണ്. ഈ ലോകം ഒരു നാടകവേദി. ഈ ലോകത്തിലെ ഓരോ ജനതയും അതിലെ കഥാപാത്രങ്ങൾ. ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യരും ആ രംഗമണ്ഡപത്തിലെ കഥാപാത്രങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാട് ലോക സാഹിത്യത്തിൽ തന്നെ വളരെ വർഷങ്ങളായിട്ട് നിലനിന്നു പോരുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ ഞങ്ങൾ മർത്യർ കഴിച്ചുകൂട്ടുന്ന രംഗമണ്ഡപം എന്ന് കവി പറയുമ്പോൾ വളരെ പ്രശസ്തമായ ബിംബങ്ങളെ അദ്ദേഹം കവിതയിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു രംഗമണ്ഡപമാണ്. കേൾക്കുന്നുവോ നീ? ഇവിടെ ആരാണ്? ഞങ്ങൾ മർത്യർ നടനമാടുന്ന സങ്കടങ്ങൾ തൻ മൗനഗീതങ്ങൾ. ഇവിടെ എന്തേ ഉള്ളൂ? ഇവിടെ ഞങ്ങളുടെ മർത്യർ, ഞങ്ങളുടെ നടനങ്ങൾക്കിടയിൽ, അഭിനയത്തിനിടയിൽ എന്താ ഉള്ളത്? സങ്കടങ്ങളുടെ മൗനഗീതങ്ങൾ മാത്രമാണ് ഇവിടെ പൊഴിയുന്നത്. നീ പൊഴിയുക നിൻ നയനത്തിൻ നീർക്കണങ്ങൾ പ്രകാശബിന്ദുക്കൾ. പ്രിയ താരകമേ, നീ നിന്റെ നയനത്തിൽ നിന്നും നീർക്കണങ്ങൾ, കണ്ണുനീർ തുള്ളികൾ, പ്രകാശബിന്ദുക്കൾ ഒക്കെ പൊഴിക്കുക. ആ വഴിയിൽ നീ കാണുന്നു മർത്യഭാവനയുടെ സൃഷ്ടിവിശേഷം. അവിടേക്ക് നീ പോകുമ്പോൾ മർത്യഭാവനയുടെ സൃഷ്ടിവിശേഷം, മർത്യഭാവനയാണ് ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം കൊണ്ടുവന്നത്. ആരുടെയൊക്കെയോ സ്വപ്നങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. മർത്യഭാവനയാണ് ഇലക്ട്രിക് ലൈറ്റും സൂമും അല്ലെങ്കിൽ ലാപ്ടോപ്പും എല്ലാം തന്നെ, മൊബൈൽ ഫോണും ഒക്കെ തന്നെ നമുക്ക് കൊണ്ടുതന്നത് അല്ലെ?
അപ്പൊ ആ മർത്യഭാവനയുടെ സൃഷ്ടിവിശേഷം പേറുന്ന ഈ ഭൂമിയിൽ നീ എന്താണ് കാണുന്നത്? നീ അങ്ങോട്ട് നോക്കൂ, നിനക്ക് കാണാം ആളുതിക്കി തിരക്കി ഏറുന്നതാണ് ചന്തയാൽ താണൻ പ്രപഞ്ചം. ആള് തിക്കിത്തിരക്കി ഏറുന്ന ചന്ത, അതാണ് ഞാനിപ്പോൾ കാണുന്നത്, അതാണ് എന്റെ മുമ്പിൽ ഉള്ളത്. എന്നിട്ട് എന്താണ്? ഈ ലോകത്തെ ഒരു ചന്തയോട് ഉപമിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും അങ്ങനെ ഉപമിക്കാൻ കാര്യം? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് ഈ ലോകത്തെ ഒരു ചന്തയായിട്ട് ഉപമിച്ചിരിക്കുന്നത്? കച്ചവട സംസ്കാരം എല്ലാം വാണിജ്യപരമായി മാത്രം കാണുന്ന, സാമ്പത്തിക പരമായി മാത്രം കാണുന്ന ഒരു മനോഭാവം. അതെ, വന്നു. ഇന്ന് എല്ലാ മേഖലകളും കച്ചവട ചരക്കായി മാറുകയാണ്. എല്ലാത്തിലും ഒരു മൂല്യം കാണുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കാണുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുവായി രൂപം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആളു തിക്കിത്തിരക്കി ഏറുന്നതാണ് ചന്തയാണ് പ്രപഞ്ചം. വിൽപ്പനയ്ക്ക് ചരക്കുകളും പേറി വിൽപ്പനക്കാർ വരുന്നു പോകുന്നു. ആധുനിക കാലഘട്ടത്തിൽ എല്ലാം വിൽക്കും, അല്ലെ? അവയവങ്ങൾ വിൽക്കും വേണമെങ്കിൽ, ഭക്ഷണത്തിൽ മായം, രാജ്യത്തെ വിൽക്കും, സംസ്ഥാനത്തെ വിൽക്കും, ആളുകളുടെ ഡാറ്റ വിൽക്കും, അല്ലെ? പലതരത്തിലാണ്, പലതരത്തിലുള്ള അഴിമതിയാണ്, അല്ലെ? ജോലി കിട്ടിയ ആ ജോലി ഉപയോഗിച്ച് എന്ത് ചെയ്യും? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും. എല്ലാം വിൽപ്പനയാണ്. വിൽപ്പനയ്ക്ക് ചരക്കുകളും പേറി വിൽപ്പനക്കാർ വരുന്നു പോകുന്നു, തങ്ങളെ തന്നെ വിൽക്കുന്നു, വീണ്ടും തങ്ങൾ തന്നെ വിലപേശുന്നു. മനുഷ്യൻ ഈ കമ്പോളത്തിൽ നോക്കൂ, വിവാഹ മാർക്കറ്റിൽ ചിലപ്പോ വിലപേശി നിൽക്കും, വിൽപ്പന ചരക്ക, അല്ലെ? സ്വർണം IAS കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ IASകാർക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന ഒരു വലിയ സംഘം ദല്ലാളുകൾ ഡൽഹിയിൽ കറങ്ങാറുണ്ട് പലപ്പോഴും, വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ് കിട്ടാൻ വേണ്ടി. ഈയിടെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള IAS ഓഫീസർ എന്നോട് പറഞ്ഞ വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിനിടയിൽ ഒക്കെ ഈ ഡൗറി, കൂട്ടുകാരൊക്കെ ഡൗറി പറയും. ഡൗറി ഇല്ലീഗലാണ്, അല്ലെ? അപ്പൊ അവർക്ക് കിട്ടുന്ന സ്ത്രീധനത്തെ കുറിച്ച് പറയുമ്പോൾ നോർത്തിലോട്ടൊക്കെ ഇന്ത്യൻ റവന്യൂ സർവീസിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് പോലും 100 കോടി 150 കോടിയൊക്കെയാ വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞ സത്യത്തിൽ ഇവർ ആ സിവിൽ സർവീസ് എന്നുള്ള ആ പദവി ഉപയോഗിച്ച് സ്വയം വിൽപ്പന ചരക്കായി മാറുകയല്ലേ ചെയ്യുന്നത്. അത്ര അപ്പൊ അത് കവി എത്രയോ വർഷം മുമ്പ്, 50 വർഷം മുമ്പ് ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങളെ, അവന്റെ ഉള്ളിലുള്ള സംഘർഷത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അയ്യപ്പ പണിക്കരുടെ മിടുക്ക്. തങ്ങളെ തന്നെ വിലക്കുന്നു, വീണ്ടും തങ്ങൾ തന്നെ വിലപേശി നിൽപ്പൂ. ഇനിയാണ് ക്രിയാസാദൃശ്യാധിഷ്ഠിത ബിംബങ്ങൾ കടന്നു വരുന്നത്. എന്താണത്? കണ്ണു കണ്ണീർ കുടിക്കുന്നു, വേവും ചെന്നിണം കുടിക്കുന്നു സിരകൾ. കണ്ണെപ്പോഴും കണ്ണീര് പൊഴിക്കാനുള്ളതാണ്, കണ്ണീര് കുടിക്കാനല്ല. ഇത് വിരോധാഭാസമാണ്. ഇപ്പൊ ജൂലൈ മാസം ഇതുവരെ മഴ വന്നോ? സാധാരണ നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എന്നാ മഴ പെയ്യുന്നത്? എന്നാ മഴ പെയ്യുന്നത്? ജൂൺ 1 സ്കൂളിൽ പോകുമ്പോ എല്ലാം മഴ നനഞ്ഞാ പൊക്കോണ്ടിരുന്നത്. സ്വർണ്ണോ? അപ്പൊ ആധുനിക കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിരുദ്ധമായ കാഴ്ചകൾ. മാതാപിതാക്കളെ മക്കൾ കല്ലെറിയുന്നു, മക്കളെ പീഡിപ്പിക്കുന്ന പിതാക്കൾ, ഇങ്ങനെയൊക്കെയുള്ള വിരുദ്ധമായ കാഴ്ചകൾ നമ്മൾ കാണും, സമൂഹത്തിലും കാണും. അതാണ് അദ്ദേഹം ആ വിരുദ്ധമായിട്ടുള്ള ആ ഒരു ക്രിയാസാദൃശ്യാധിഷ്ഠിത ബിംബങ്ങളിലൂടെ ആ ഭീവത്സത എത്രമാത്രം വലുതാണെന്ന് അവതരിപ്പിക്കുവാനാണ് അയ്യപ്പ പണിക്കർ ശ്രമിക്കുന്നത്. കണ്ണ് കണ്ണീര് കുടിക്കുക, എത്ര ഭീകരമാണ്. വേവും ചെന്നിണം കുടിക്കുന്നു സിരകൾ, എത്രമാത്രം ആർത്തിയാണ്, സ്വാർത്ഥതയാണ്. വേവും ചെന്നിണം കുടിക്കുന്നു സിരകൾ. സിരകൾ ആ രക്തം ഓടിപ്പോകാനുള്ളവയാണ്, അവ ആ ചുടിച്ചോര കുടിക്കുന്നു. സ്വാർത്ഥത അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന ഒരു കാലഘട്ടം, അല്ലെ? ആധുനിക കാലഘട്ടം അങ്ങനെ തന്നെയല്ലേ? അവിടെ സഹോദരനെന്നോ സഹോദരിയെന്നോ ഉള്ള വേർതിരിവില്ല. എങ്ങനെ എനിക്ക് മറ്റൊരാളെ നശിപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഒരു മനുഷ്യനെ ഉപയോഗിച്ച് അവസാനം കറിവേപ്പില പോലെ തള്ളിക്കളയാമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ പറയുന്നു വേവും ചെന്നിണം കുടിക്കുന്നു സിരകൾ, മജ്ജ വീണ്ടും നുണഞ്ഞിറക്കുന്നത് അസ്ഥികൂടം തൊലി കരളുന്നു. മജ്ജ, അസ്ഥികൂടം നുണഞ്ഞിറക്കുക, ഈ എല്ലിനകത്തുള്ള സംഗതി. മജ്ജ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല? നിങ്ങള് കശാപ്പ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആടിനെയൊക്കെ വെട്ടുമ്പോ എല്ലിനിടയിൽ ഒരു സംഗതി ചാടി വരും.
അതാണ് ഈ പണ്ട് ഈ സൂപ്പൊക്കെ, ആട്ടിൻ സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന മജ്ജ. അത് അസ്ഥികൂടം, അത് സിരകൾ. മജ്ജ വീണ്ടും നുണഞ്ഞിറക്കുന്നത് അസ്ഥികൂടം തൊലി കരളുന്നു. അസ്ഥികൂടം സംരക്ഷണമാകേണ്ട തൊലിയെ കരളുകയാണ്. പൂക്കളെ പിൻവലിക്കുന്ന വേര് പൂത്തു നിൽക്കുന്ന മണ്ണു വിഴുങ്ങുന്നു. വേരുകൾ എന്താ ചെയ്യുന്ന? പൂക്കളെ പിൻവലിക്കുകയാണ്. പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റം വിവത്സമായ മാറ്റമാണ്. വേര് പൂത്തു നിൽക്കുന്ന മണ്ണ് വിഴുങ്ങുകയാണ്. എത്ര വിരുദ്ധോക്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്ക്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന മന്നിടമതാ കാണുന്നു താഴെ. താഴേക്ക് നോക്കി എന്ത് കാണാം? ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന മന്നിടം. അവിടെ എന്തൊക്കെയുണ്ട്? മന്ത്രമോദി വരച്ച കളങ്ങളിൽ നെയ്വിളക്കിന്റെ ശീതള ദീപ്തി. അവിടെ ഒരുപാട് പേര് പ്രാർത്ഥനയിലാണ്. അവര് മന്ത്രമോദി വരച്ച കളങ്ങളിൽ നെയ്വിളക്കിന്റെ ശീതള ദീപ്തിയിൽ ഇരുന്നു കൊണ്ട് വേദിയിൽ നിന്ന് ഉയർന്നൊരുകുന്നു വേദനയുടെ രോദനം കേൾക്കൂ. ആ വേദിയിൽ ഇരുന്നു കൊണ്ട് അവരെന്താ പാടുന്നത്? അവര് പാടുന്നത് സുഖം ദേഹി ഋഷികേശ, സുഖം ദേഹി ജനാർദ്ദന. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ? തന്നാലും സുഖം. ഋഷികേശനോട് അല്ലെ, ജനാർദ്ദനോട് പ്രാർത്ഥിക്കുകയാണ്, സുഖം തന്നാലും ഞങ്ങൾക്ക് എന്തു വേണം? സൗഖ്യം തന്നാലും എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇദ്ദേഹം പറയുന്നത്, കൂർത്തു നിൽക്കും എടുപ്പിൽ മനുഷ്യർ തൻ മാർത്തടങ്ങൾ പൊതിച്ചു പന്താടി ഉല്ലസിക്കുന്നു, പള്ളി കൊട്ടാരങ്ങൾ അമ്പലങ്ങളും വിണ്ണിനു കീഴേ. കൂർത്തു നിൽക്കുന്ന മനുഷ്യരുടെ മാറിടം തേങ്ങാ പൊതിക്കുന്നത് പോലെ എടുത്ത് പൊതിച്ച് പന്താടിയിട്ട് പള്ളിയും അമ്പലങ്ങളും കൊട്ടാരങ്ങളും എല്ലാം അവന്റെ കണ്ണ് കുത്തിപ്പൊളിച്ച് അവന് പുതിയ കണ്ണട നൽകുക, വിശ്വാസത്തിന്റെ കണ്ണടകൾ. ഞാൻ ഈയിടെ ജോഷ് ടോക്കില് എന്നെ ഗസ്റ്റ് ആയിട്ട് അവര് പ്രഭാഷണത്തിന് വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ ആ ജോഷ് ടോക്ക് പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ വെച്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ ഒരു മലയാള നടനെ പരിചയപ്പെടുവാൻ ഇടയായി. അദ്ദേഹത്തിന്റെ പേര് മിനോൺ എന്നാണ്. ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. അപ്പൊ ഞാൻ ഈ മിനോണുമായിട്ട് സംസാരിച്ചു. മിനോണിന്റെ അച്ഛനും ഒക്കെ ഒരു വേറിട്ട കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അപ്പൊ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ, മിനോൺ സാധാരണ സ്കൂളിൽ പോയി പഠിച്ചിട്ട്, പുള്ളി പഠിച്ചത് അട്ടപ്പാടിയിൽ, എനിക്ക് തോന്നുന്നു കനവെന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഈ നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസം അല്ല കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവിടെ പഠിച്ച ഒരുപാട് വ്യക്തികൾ ജീവിതത്തിൽ അവരുടേതായ മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും അവരുടേതായ മേഖലകളിൽ അവർ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇവാൻ ഇല്ലിച്ച് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള പണ്ഡിതൻ പറഞ്ഞ ഈ സ്കൂളുകൾക്കെല്ലാം തീയിടുക എന്നാണ്. കാരണം ഈ സ്കൂളുകൾ ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ തകർത്ത് കളയുന്നു. അവിടെ പോയിട്ട് അവൻ മാത്സ് വീക്കാണ്, അവനോട് എന്ത് പറയും? നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. അവൻ ഏതെങ്കിലും വിഷയത്തിന് വീക്കാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. പക്ഷെ അവൻ മലയാളത്തിന് നമ്പർ 1 ആയിരിക്കും, അവൻ ഹിസ്റ്ററിക്ക് നമ്പർ 1 ആയിരിക്കും, അല്ലെ? പലപ്പോഴും സ്കൂളുകളിൽ എന്താ നടക്കുന്നത്? സ്കൂളുകളിൽ നടക്കുന്നത് അവരുടേതായ രീതിയിലേക്ക് അവർ ആ വിദ്യാർത്ഥിയെ മാറ്റിയെടുക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്, കണക്ക് പിടിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു. തോമസ് ആൽവ എഡിസന് അമ്മയ്ക്കൊരു കുറിപ്പ് കൊടുത്തു വിട്ടു ക്ലാസ് ടീച്ചർ. എന്തായിരുന്നു ആ കുറിപ്പിന്റെ ഉള്ളടക്കം? നിങ്ങളുടെ മകൻ ടോമി പഠനത്തിൽ ഉഴപ്പനാണ്, അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ അവരുടെ ജീനിയസ് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. പലപ്പോഴും സ്കൂളുകളിൽ, അമ്പലങ്ങളിൽ, പള്ളികളിലൊക്കെ ചെയ്യുന്നത്, നമ്മൾ സ്വതന്ത്രരായി ജനിക്കുന്നു, സ്വതന്ത്രരായി മുൻപോട്ടേക്ക് പോകുന്നു, നമുക്ക് ചില കണ്ണടകൾ തരികയാണ്. അപ്പൊ അതാണ് ഇവിടെ അദ്ദേഹം വിമർശന വിഷയമാക്കിയിരിക്കുന്നത്. കൊട്ടാരങ്ങൾ അമ്പലങ്ങളും വിണ്ണിനു കീഴിൽ കണ്ണുകീറി പൊളിച്ചു വേദത്തിന്റെ കണ്ണടകൾ നൽകുന്ന വിശ്വാസികൾക്ക് വേദത്തിന്റെ പുതിയ കണ്ണടകൾ നൽകുകയാണ്. നീളനേത്രവും കൂർപ്പിച്ചു മന്ത്രങ്ങൾ മോളിടുന്ന കുരിശുകൾ ഓങ്ങുന്നു. കുരിശുകൾ ഒക്കെ എന്ന് പറയുന്നത് വളരെ ലോകമെമ്പാടുമുള്ള ഒരു ബിംബമാണ്. നീളവും നേത്രവും കൂർപ്പിച്ചു മന്ത്രങ്ങൾ മൂളിടുന്ന കുരിശുകൾ ഓങ്ങുന്നു. കുരിശുകൾ ഓങ്ങുക, വാളാ നമ്മൾ ഓങ്ങുന്നത്. കുരിശ് യുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. റോമിന് വേണ്ടി അല്ലെ, അന്നത്തെ കാലഘട്ടത്തിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കുരിശേന്തിയ പടയാളികൾ, കുരിശ് യുദ്ധത്തിന്റെ ഒരു സിമ്പിളായിട്ട് മാറുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെയാണ് അദ്ദേഹം വിമർശന വിധേയമാക്കുന്നത് ഇവിടെ. പിന്നെ എന്താ പറയുന്നത്? പള്ളിയെല്ലാം നിറഞ്ഞു വിശ്വാസത്തിന്റെ വെള്ളമാകെ തിളച്ചു മറിഞ്ഞു. പള്ളിയിൽ നിറച്ചാളായി, വിശ്വാസത്തിന്റെ വെള്ളമാകെ തിളച്ചു മറിഞ്ഞു. ശുദ്ധമാക്കി പണിപ്പുര. ആരാണ്? ഈ പുരോഹിത വർഗത്തെ ഭിഷുക്കരന്മാരോട് താരതമ്യപ്പെടുത്തുകയാണ്. ശുദ്ധമാക്കി പണിപ്പുര. ജീവിത ശസ്ത്രഭേദം തുടർന്നു പലതരം. അണിഞ്ഞു
ലോഹ ഫിഷഗ്വര വൃന്ദമണഞ്ഞു നേഴ്സുകൾ കന്യകമാർ ഉണർന്നു ചെയ്ത ഒരു പാപങ്ങളെല്ലാം മറഞ്ഞമർന്ന് പോമട്ടിൽ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പുരോഹിത വർഗത്തെ ശസ്ത്രക്രിയ വിദഗ്ധരോട് ഉപമിക്കുകയാണ്. അവര് മനുഷ്യന്റെ മാറിടങ്ങൾ പൊളിച്ച് അവന് പുതിയ ദർശനങ്ങൾ നൽകും. അവരെന്താ ചെയ്യുന്നത്? അവര് അണിഞ്ഞു ലോഹ ഫിഷഗ്വര വൃന്ദമണഞ്ഞു നേഴ്സ്. ലോഹ അണിഞ്ഞ പുരോഹിത വർഗത്തെ ഫിഷഗ്വരന്മാരോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അവരെല്ലാം ചെയ്യുന്നത്, നേഴ്സുമാർ വരുന്നു, കന്യകമാർ വരുന്നു, ഉണർന്ന് ചെയ്ത ഒരു പാപങ്ങളെല്ലാം മറഞ്ഞമർന്നു പോംവട്ടിൽ. അപ്പൊ പലപ്പോഴും കുമസാരം പോലെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ഉണർന്ന് ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, ഉയർന്ന പള്ളി കുരിശിനു കീഴിൽ, ഇങ്ങനെയുള്ള ഈ പള്ളി കുരിശിനു കീഴിൽ തകർന്ന ജീവിത രോദനമാണ് ഞങ്ങൾ കേൾക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ എന്ന് ചൊല്ലിയിട്ട് അതിൽ എന്താണ് കാര്യം? പലർക്കും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അധര വ്യായാമമാണ്, അല്ലെ? പലരെയും സംബന്ധിച്ചത് ഒരു റൊട്ടീൻ തീർക്കുക, അത്രയും അവർക്കുള്ളൂ. എന്നിട്ട് എന്താ പറയുന്നത്? ഇളവയിൽ ഒളിയിൽ ഇണങ്ങി പുഞ്ചിരി പൊഴിയും പൊന്നിൻ പുലരികൾ പോൽ ഇരുവഴി പിന്നിയ തലമുടി മൂടിയ കുരുന്നു പൈതങ്ങൾ. ചെറുപ്പത്തിലെ കാഴ്ചകളാണ്. ഇരുളണയും മുൻപീണം പാടി തെളിയും നിന്നക സന്ധ്യകൾ പോൽ ഇടയിടെ നീല കൺമണിയിടറിയ ചെറുപാവാട പെൺമണികൾ. അപ്പൊ ചെറുപാവാട അണിഞ്ഞ പെൺകുട്ടികൾ, നീലക്കൺമണി ഇടറിയ, കരളിൽ കവിളിൽ കതിരണി വിതറി കവണി അണിഞ്ഞ നിലാവണികൾ, കവണി അണിഞ്ഞ സുന്ദരികൾ, പകലിൻ ശുഭ്രതയാർന്ന മനസ്സുകളിലും വത്സല മാതാക്കൾ, പാതിര പോലെ വിറച്ചു ചുളുങ്ങും പാദം പതരം വാർദ്ധക്യങ്ങൾ. വാത്സല്യനിധിയായ അമ്മമാർ, പാതിര പോലെ വിറയ്ക്കുന്ന ചുളുങ്ങുന്ന പാദമുള്ള വാർദ്ധക്യങ്ങൾ, വൃദ്ധരായിട്ടുള്ള ആൾ, ഉടലിൽ തീഷ്ണതയേഴും ആത്മാക്കൾ തുടരെ തുടരെ തുടിച്ചു നിൽക്കെ. ചില ആളുകൾക്ക് ഭയങ്കര തീഷ്ണതയാ, അല്ലെ? ചിലരുടെ കണ്ണുകളിൽ വലിയ തീഷ്ണതയാണ്. തുടരെ തുടരെ തുടിച്ചു നിൽക്കെ മതഭരിതോജ്വല മാനുഷ ശക്തിയിൽ, മനുഷ്യന്റെ ആ ഒരു ശക്തിയിൽ, മതഭരിതമായിട്ടുള്ള ശക്തിയിൽ മരണം പോലും ഭയമായി നിൽക്കെ ചോദിക്കുകയാണ് കവി ഒരു ചോദ്യം: ജീവിതയാത്രയിൽ എന്തേ ക്ഷീണം താവും നെടുവീർപ്പുകൾ ഉയരാൻ? ആധുനിക മനുഷ്യ, നിങ്ങൾ പറയുന്നു നീ എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ചവനാണ്, നിനക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, പത്രാസുണ്ട്, എന്നിട്ടും എന്താണ് നിന്റെ ജീവിതത്തിൽ നെടുവീർപ്പുകൾ ഉയരുന്നത്? എന്നിട്ട് ചോദിക്കുന്നു, കനത്ത ഭിത്തിക്കകമേ പള്ളിയിൽ കറുത്ത ലോഹയിൽ നിന്നു പുരോഹിതർ കഥനം നീറും കരളിൻ കീർപ്പോൽ വിളറി വിറയാർ നെരിയും തിരികൾ. അതിനുശേഷം പറയുന്ന ആരാണ്? ഇവിടെ നമ്മൾ കാണുന്ന പുരോഹിത വർഗം. അവർക്ക് എന്താ സംഭവിക്കുക? അവര് എണ്ണ വറ്റിയ വിളക്ക് പോലെ വിളറി വെളുത്തിരിക്കുന്നു, അവരിലെ തീക്ഷ്ണത നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഒന്നാമത്തെ ഖണ്ഡത്തിൽ കവി പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ ഖണ്ഡം മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. നമ്മൾ ബാക്കി അടുത്ത ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാം ഈ മേഖലയുമായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഡിസ്കഷനോട് കയറിയാലേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. പൊതുവായ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. രാംശങ്കർ പറ്റുന്നുണ്ടോ? അമൽ? ദീപക്? ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് പൊതുവെ ഒരു ടഫായിട്ടുള്ള കവിതയാണ്, ഈസി അല്ല. നമ്മൾ വിചാരിക്കും ഇത് ചുമ്മാ സിമ്പിൾ ആണ്. ഞാനിതിപ്പോ നമ്മളിപ്പോ 2-3 ക്ലാസ് കൊണ്ട് തീർക്കും. ഇത് വല്ല മലയാളം ക്ലാസ്സിലൊക്കെയാണ് അവരൊരു 10 ക്ലാസ് ഇട്ടേ തീർക്കത്തുള്ളൂ. ഞാൻ ഈയിടെ നമ്മുടെ ഈ വർഷം ഞാൻ പ്ലാൻ ചെയ്തിരുന്ന നമ്മുടെ ഓപ്ഷണൽ ക്ലാസ്, കൊറോണ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുറെ സാഹിത്യകാരന്മാരും കൂടെ എന്റെ ഒപ്പം ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മലയാളം ഓപ്ഷനിൽ പ്ലാൻ ചെയ്തിരുന്നത്. അവരും ക്ലാസ് എടുക്കും തിരുവനന്തപുരത്തെ അക്കാഡമിയിൽ. ഇങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. അപ്പൊ കുരുക്ഷേത്രം ഞാൻ എടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന സാറ്, അദ്ദേഹം കുരുക്ഷേത്രം എന്ന കവിതയെ അടിസ്ഥാനപ്പെടുത്തി PhD എടുത്ത ആള്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു 12 വർഷം എടുത്തു PhD എടുക്കാൻ. അത്രയും ഗഹനമായിട്ടുള്ള ഒരു വിഷയമാണ്.
നമ്മള് വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്നത്. നോട്ട് നമ്മുടെ ഇൻഡെപ്തിലുള്ള നോട്ടാണ്. നോട്ട് നിങ്ങളൊന്ന് വായിക്കുക. ബാക്കി നമ്മൾ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഓക്കെ സർ. ഓക്കെ ഗുഡ് നൈറ്റ്. ഓക്കെ സർ. താങ്ക് യു.